നിധി, സ്വയംഭോഗം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കുമോ? സ്വയംഭോഗം എന്ന് പറഞ്ഞ ഒരു ബയോളജിക്കൽ കാര്യമാണ്, ആണും പെണ്ണും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് റോങ് എന്ന് പറയാൻ പറ്റുന്ന 4 സിറ്റുവേഷൻസുകളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം റോങ് ആയിട്ടുള്ള മെത്തേഡുകളിൽ നമ്മുടെ ലൈംഗിക അവയവത്തിന് ഡാമേജ് വരുന്ന രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇപ്പോൾ ആണാണെന്നുണ്ടെങ്കിൽ ബെഡിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ബെഡുമായിട്ട് റബ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രോൺ മാസ്റ്റുർബേഷൻ രീതിയൊക്കെ, അങ്ങനെയുള്ള രീതികളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ റോങ് മെത്തേഡുകൾ ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ. നമ്മളിപ്പോൾ എന്ത് ഹെൽത്തി ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിലും അഡിക്ഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അഡിക്റ്റഡ് ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിനൊക്കെ ബാധിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർ ഉണ്ടായിട്ടും പാർട്ണറിനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വയംഭോഗത്തിലാണ് അയാൾ കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നത്. അപ്പോൾ സ്വയംഭോഗമാണ് ചെയ്യുന്നത്, പാർട്ണറോട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ സോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കേസ് ആയിരിക്കും, അതായത് പബ്ലിക്കായിട്ട് നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അനുവാദം ഇല്ലാണ്ടെങ്കിൽ പബ്ലിക് സ്പോട്ടിൽ നിന്ന് ചെയ്യുക എന്നുള്ളത് അതൊരു ഒഫൻസ് കൂടിയാണ്, കേസ് വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരം ടെൻഡൻസി ഉള്ളത് കൃത്യമായ സൈക്കോതെറാപ്പി മെത്തേഡിലൂടെ